ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ കേരള PSC ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 50 മാർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ആണ്. പ്രധാനമായിട്ടും കേരള ഗവേണൻസ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടന്റ് ആക്ട്സ്, കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പനി ബോർഡ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് വരുന്ന സമയത്ത് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50 മാർക്ക് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ആണിത്. കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസും PDF നോട്ടും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 9207515990 എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക. എത്രയാണെന്ന് ഒന്നുകൂടെ പറയാം, 9207515990. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സമയം തീരെയില്ല. മോക്ക് ടെസ്റ്റുകൾക്കായിരിക്കും നമ്മൾ ഇനിയും തൊട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. 2024 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷൻ ചോദ്യ പേപ്പറിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്ന 4 ചോദ്യങ്ങളുണ്ട്. ഈ 4 ചോദ്യങ്ങൾക്കകത്ത് 2 ചോദ്യങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡയറക്റ്റ് വന്ന ചോദ്യമാണ്. അപ്പൊ മുന്നോട്ട് നോക്കാൻ പോകുന്നവരും ഈ ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കരുത്. അത് ഞാൻ ജസ്റ്റ് സോഴ്സ് ഒന്ന് കാണിച്ചു തരാം. അതുകൂട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പറയാം. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലായിരുന്നു. ചോദ്യം എന്തായാലും നിങ്ങൾ ഓർമ്മ കാണും ചിലർക്കെങ്കിലും. ഇതിലെ ആദ്യത്തെ ചോദ്യം ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതല്ല. ബാക്കി 2ഉം 3ഉം ചോദ്യങ്ങൾ ഡയറക്റ്റ് ആണ് കേട്ടോ. 4ാമത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമിയാണ് ഇതിന്റെ ആൻസർ. കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടും നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനായിട്ടുണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ബാക്കി വന്ന 2 ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 1ാമത്തെ ചോദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് കേരളത്തിലെ ജൂതന്മാരുടെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഒരു റിപ്പോർട്ട് പോയി അവരവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കേരളത്തിലെ ജൂതന്മാരുടെ ഒരു സാധുവായ ഉറവിടമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഈ വെച്ച റിപ്പോർട്ട്. ആരായിരുന്നു ഇതിന്റെ തലവൻ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ A ആയിരുന്നു. പെരേര ഡി പൈവ മോസസ് എന്നുള്ളതായിരുന്നു. ഇത് പല ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാര് കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരൊക്കെയാണ് ഈ ജോയിന്റ് കമ്മീഷണർമാർ എന്നാണ് ചോദ്യം. അത് നമ്മുടെ മൈസൂർ ആക്രമണവും ബ്രിട്ടീഷ് ശക്തിയുടെ വളർച്ചയും എന്ന് പറയുന്ന സെക്ഷൻ വായിച്ചു വരുമ്പം താഴോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മലബാറിലെ രാഷ്ട്രീയ വ്യവസ്ഥാപനം എന്ന് പറയുന്ന ഒരു പോർഷൻ കിടപ്പുണ്ട്. അവിടെ കൃത്യമായിട്ട് ഈ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നോക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വ്യവസ്ഥ അനുസരിച്ച്, ശ്രീരംഗപട്ടണം ഉടമ്പടി നമുക്ക് എല്ലാവർക്കും അറിയാം, ടിപ്പു സുൽത്താനും അല്ലെ ബ്രിട്ടീഷുകാരും. അപ്പൊ ഈ ഉടമ്പടിയുടെ വ്യവസ്ഥ അനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാരുടെ കൈവശമായെങ്കിലും പ്രൊവിൻസസിന്റെ ഭരണം പെട്ടെന്ന് ഏറ്റെടുക്കുക സമുചിതമല്ലെന്ന് ഈ ബ്രിട്ടീഷുകാര് കരുതി. നാടുവിട്ട രാജാക്കന്മാർ ടിപ്പുവിന്റെ ബഹിഷ്കരണത്തിന് ശേഷം അതത് നാടുകൾ തിരിച്ച് കൊടുത്തുകൊള്ളാമെന്ന കോൺവാലീസ് പ്രഭുവിന്റെ വാഗ്ദാനം നിറവേറ്റാനും കമ്പനി ഒരുക്കമായിരുന്നോ? ഇല്ല. അടുത്ത വർഷത്തെ നികുതി സംഭരണത്തെ സംബന്ധിച്ച ചില ധാരണകൾ ഉണ്ടാക്കാൻ കൂടിയാലോചനകൾ നടത്തുന്നതിനും മലബാറിൽ പുതുതായി നേടിയ പ്രദേശങ്ങളുടെ ഭരണത്തിന് കൈക്കൊള്ളേണ്ട താൽക്കാലിക നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ട് ബോംബെ ഗവർണറായ ജനറൽ ആംബർ കോംബ്രി നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മലബാറിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് വ്യവസ്ഥയുണ്ടാക്കുന്നതിനും ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനും മിസ്റ്റർ ഫാർമറെയും മേജർ ഡോവിനെയും കമ്മീഷണർമാരായി നിയമിച്ചു. അപ്പൊ ഈ ഒരു കമ്മീഷണർമാരുടെ കാര്യമല്ല നമ്മളോട് പറഞ്ഞത്. ആരൊക്കെയായിരുന്നു 2 കമ്മീഷണർമാർ? ഫാർമറെയും മേജർ ഡോവിനെയും കമ്മീഷണറായിട്ട് നിയമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മലബാറിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് വ്യവസ്ഥ ഉണ്ടാക്കാൻ, അതായത് ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം. ഓക്കെ, അങ്ങനെ നികുതി പിരിവിൽ ഏർപ്പെടുത്തേണ്ട നടപടിയെക്കുറിച്ച് അവർ സാമൂതിരിയും ചിറക്കൽ രാജാവും ഉൾപ്പെടെ എല്ലാ രാജാക്കന്മാരുമായി കൂടിയാലോചന നടത്തി. രാജാക്കന്മാർ കമ്പനിയുടെ നിയന്ത്രണത്തിന് വിധേയരായി അതത് നാടുകൾ ഭരിച്ചുകൊള്ളണമെന്ന് അവർ നിശ്ചയിക്കുകയും ഓരോ നിശ്ചിത തുക കമ്പനിക്ക് കൊടുത്തുകൊള്ളണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ രാജാക്കന്മാരുമായി ചെയ്ത കരാർ 1 വർഷത്തേക്ക് മാത്രമായിരുന്നു. അതിനുശേഷം
ഓരോ 5 വർഷത്തേക്കും അത് പുതുക്കി കൊടുത്തു കൊള്ളാമെന്നായിരുന്നു ഇവരുടെ ധാരണ. ആ ധാരണ വെച്ചത് മിസ്റ്റർ ഫാർമറും അതുപോലെ മേജർ ഡോവിനുമാണ്. ആ കമ്മീഷണർമാരായിരുന്നു. ദെൻ നോക്കുക, 1792 ഡിസംബറിൽ നേരത്തെ പറഞ്ഞ 2 കമ്മീഷണർമാർക്ക് പുറമെ 2 പേര്, ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമോ, ഇവരെ നിയമിച്ചു 1792. എവിടെയാ? മലബാറില്. ഈ ജോയിന്റ് കമ്മീഷണർമാർ മലബാറിന് വേണ്ടിയുള്ള ഒരു പുതിയ ഭരണ സമ്പ്രദായത്തിന് രൂപം കൊടുത്തു. അവർ കുരുമുളക് കച്ചവടം മാത്രം കുത്തകയാക്കിയിട്ട് മറ്റ് സാധനങ്ങളിലും സ്വതന്ത്ര വാണിജ്യം പ്രഖ്യാപിച്ചു. അടിമ കച്ചവടം നിരോധിച്ചുകൊണ്ട് 1792 ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതും ഇവര് തന്നെയാണ്. ആരൊക്കെ? ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമോ. അനന്തരം തദ്ദേശ രാജാക്കന്മാരുടെ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചും കമ്പനിയുമായുള്ള ബന്ധത്തിൽ അവരുടെ സ്ഥിര പദവി നിർണയിച്ചും അവരിൽ ഓരോരുത്തരുമായി ജോയിന്റ് കമ്മീഷണർമാര് കരാറുണ്ടാക്കി. ഇതൊക്കെ ചെയ്തത് ഈ ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമോ ആണ്. വിഭിന്ന രാജാക്കന്മാർക്ക് നൽകേണ്ട മാലിക് ഖാനെ കുറിച്ചും കക്ഷികൾക്ക് തൃപ്തികരമായ രീതിയിൽ കാലക്രമത്തിൽ തീരുമാനിച്ചു. അപ്പം ഇവര് ചെയ്ത ഒരു കാര്യം മാത്രമാണ്, കുരുമുളക് കച്ചവടം മാത്രം കുത്തകയാക്കിയിട്ട് മറ്റെല്ലാ സാധനത്തിനും സ്വതന്ത്ര വാണിജ്യം നടപ്പിലാക്കി. അപ്പൊ ആരൊക്കെയാ അത്? ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊഡനും. അതായത് 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ആൻസർ. അവർ ചെയ്ത മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ. അതായത് അടിമ കച്ചവടം നിരോധിച്ചുകൊണ്ട് 1792 ഇവരൊരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഈ പറഞ്ഞ 1792 ഡിസംബറിലാണ് ഈ 2 പേര് നിയമിതരായത് ജോയിന്റ് കമ്മീഷണർമാരായിട്ട്. ഓക്കെ, അങ്ങനെ 1793 മാർച്ച് 30 ഭരണ സൗകര്യം മുൻനിർത്തി മലബാർ വടക്കേ മലബാർ എന്നും തെക്കേ മലബാർ എന്നും 2ആയി വിഭജിച്ചു. യഥാക്രമം തലശ്ശേരിയും ചെർപ്പുളശ്ശേരിയുമായിരുന്നു ആസ്ഥാനം. ഓരോ വിഭാഗവും ഓരോ സൂപ്രണ്ടിന്റെ കീഴിലായിരുന്നു. ഇരു വിഭാഗങ്ങൾക്കുമായി കോഴിക്കോട് തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സൂപ്പർവൈസർ ചീഫ് മജിസ്ട്രേറ്റിനെ നിയമിച്ചു. അദ്ദേഹത്തിനായിരുന്നു സൂപ്രണ്ടുമാരുടെ പൊതുമേൽനോട്ടം. അങ്ങനെ അവസാനത്തെ സൂപ്പർവൈസർ ആയിരുന്ന ജെയിംസ് സ്റ്റീവൻസിനെതിരായി സാമൂതിരി സമർപ്പിച്ച പരാതികളെ കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തമായ കമ്മീഷൻ 1796 ആ തസ്തികയുടെ ചുമതല കൂടി ഏറ്റെടുത്തു. 1800 മെയ് 20 മലബാർ ബോംബെ പ്രവിശ്യയിൽ നിന്നും മാറ്റി മദിരാശി പ്രവിശ്യയിൽ ചേർത്തതോടുകൂടി ഈ കമ്മീഷൻ പിരിച്ചുവിടപ്പെട്ടു. അങ്ങനെ 1801 ഒക്ടോബർ 1 പ്രിൻസിപ്പൽ കളക്ടർ മേജർ മക്ലോയിഡ് മലബാർ ജില്ലയുടെ ഭരണം ഏറ്റെടുത്തു. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. 2 പേരെയാണ് ആദ്യം ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ജോയിന്റ് കമ്മീഷണർമാരാക്കിയത്, മിസ്റ്റർ ഫാർമറും മേജർ ഡോവിനും. അതിനുശേഷം 1792 2 കമ്മീഷണർമാർക്ക് കൂടി ചുമതല കൊടുക്കുന്നത്. അത് ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊഡാമോ ആണ്. അവരാണ് കുരുമുളക് കച്ചവടത്തിന് മാത്രം കുത്തക വെച്ചിട്ട് ബാക്കിയെല്ലാം സൗജന്യമാക്കിയതും അടിമ കച്ചവടം നിരോധിച്ചുകൊണ്ട് വിളംബരം ഏർപ്പെടുത്തിയതും അതുപോലെ ഈ തദ്ദേശ രാജാക്കന്മാരുടെ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് കമ്പനിയുമായുള്ള ബന്ധത്തിൽ അവരുടെ സ്ഥിര പദവി നിർണയിച്ച് കരാറുണ്ടാക്കിയതുമൊക്കെ അവരായിരുന്നു. ഓക്കെ, അതിനുശേഷം 1793 മാർച്ച് 30 വടക്കേ മലബാർ തെക്കേ മലബാർ അങ്ങനെ 2ആയിട്ട് വിഭജിക്കുകയും മലബാറിനെ വടക്കേ മലബാറിലെ തലശ്ശേരി ഹെഡായിട്ടും തെക്കേ മലബാറിലെ ചെർപ്പുളശ്ശേരി ഹെഡായിട്ടും മാറുകയും ഇവിടെ ഓരോ വിഭാഗവും ഓരോ സൂപ്രണ്ടിന്റെ കീഴിലാക്കുകയും ഇരു വിഭാഗങ്ങൾക്കുമായിട്ട് കോഴിക്കോട് തലസ്ഥാനമാക്കി ഒരു സൂപ്പർവൈസർ ചീഫ് മജിസ്ട്രേറ്റ് നിയമിതനാവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ അവസാനത്തെ സൂപ്പർവൈസർ ജെയിംസ് സ്റ്റീവൻ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ സാമൂതിരി ഒരു പരാതി കൊടുത്തു. അത് അന്വേഷിക്കാനായിട്ട് നിയുക്തമായ കമ്മീഷൻ 796 ഈ തസ്തികയുടെ ചുമതല കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത് സൂപ്പർവൈസറിന്റെ. അങ്ങനെ 1800 മലബാർ പ്രവിശ്യ ബോംബെ പ്രവിശ്യയിൽ നിന്നും മാറ്റുകയും മദിരാശി പ്രവിശ്യയിൽ ചേർത്തു. ദെൻ 1801 ഒക്ടോബർ 1 പ്രിൻസിപ്പൽ കളക്ടർ മേജർ മക്കലോയിഡ് മലബാർ ജില്ലയുടെ ഭരണം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ, ഇത് കുറച്ചുകൂടി ഈസിയാണ്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചേരികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവവികാസത്തിന്റെ ഉത്തരവാദി ഈ പറയുന്നവരിൽ ആരായിരുന്നു? രാജാ കേശവദാസ് ആണോ, മാധവറാവു ആണോ, ഉമ്മിണിത്തമ്പിയാണോ, വേലുത്തമ്പിയാണോ? ആൻസർ ഓപ്ഷൻ ബി ഉമ്മിണിത്തമ്പിയാണ്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പ്രധാനമായിട്ടുള്ള തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ന് പറയുന്ന സെക്ഷനകത്തുണ്ട്. നോക്കിക്കോ, വേലുത്തമ്പിക്ക് പകരം നിയമിതനായ ഉമ്മിണിത്തമ്പിയും ദൂരവ്യാപകമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എല്ലാ വരവിനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചമാക്കി. ഉമ്മിണിത്തമ്പി ഒരുതരം കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം നീതിന്യായ നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരികൾ എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിച്ച് ഓരോന്നിലും ആവശ്യമുള്ള ഗുമസ്തന്മാരോട് കൂടി
ഓരോ നായർ ജഡ്ജിയെ നിയമിച്ചു. ഓക്കെ, ദളവ തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കുമിടയിലുള്ള കാടുകൾ വെട്ടിത്തെളിപ്പിച്ച് അവിടെ നെയ്ത്തുകാരെ കുടിപ്പാർപ്പിക്കാൻ ഇടപാട് ചെയ്തു. ഇങ്ങനെ വികസിച്ചു വന്ന പട്ടണത്തിന് നാടുവാഴുന്ന രാജാവിനെ അനുസ്മരിച്ച് ബാലരാമപുരം എന്ന് പേരിട്ടു. തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം എടുക്കാൻ അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ആ വിധം പ്രയോജനകരമായ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയെങ്കിലും ഉമ്മിണിത്തമ്പിയെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിഭായ് ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തിട്ട് കേണൽ മൺറോയിനെയാണ് പകരം നിയമിച്ചത്. അപ്പം ഉമ്മിണിത്തമ്പിയുടെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇൻസുഫ് കച്ചേരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, കോടതി, അതാണ് അവിടെ കൂട്ടത്തിൽ ഓർത്തു വെച്ചേക്കാം. പല ഭരണപരിഷ്കാരങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഭരണപരിഷ്കാരമായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് അദ്ദേഹത്തെ ഇഷ്ടമായില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തി. കാരണമല്ല, ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ ഒന്ന് മാത്രമാണ് ഇൻസുഫ് ഓഫ് കച്ചേരി എന്ന പേരിൽ 4 കോടതികൾ സ്ഥാപിച്ച് അവിടെ ഗുമസ്തന്മാരോട് കൂടിയിട്ട് ഓരോ നായർ ജഡ്ജിയെ നിയമിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക. ബാലരാമപുരം എന്ന പേരിട്ടത് ഇദ്ദേഹമാണ്. വിഴിഞ്ഞം, ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖത്തിന് പ്രധാന തുറമുഖമായിട്ട് വികസിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചതൊക്കെ ഉമ്മിണിത്തമ്പിയാണ്. അപ്പൊ അതും നോക്കി വെച്ചേക്കാം. ഇനി ലാസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം, കുങ്കുമവും കമ്മണ്ഡലവും ഇല്ലാത്ത സന്യാസിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട് മറ്റു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്: നായർ സമുദായ പരിഷ്കർത്താവായിരുന്ന വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണർക്ക് സർവ പ്രാവീണ്യമുണ്ടായിരുന്ന സമകാലിക സാമൂഹ്യ വ്യവസ്ഥയെ ശക്തിയായിട്ട് എതിർത്തു. നായന്മാർ, ഈഴവർ എന്നീ വൻകിട ഹൈന്ദവ സമുദായങ്ങൾ സമൂഹത്തിൽ അവരർഹിക്കുന്ന ന്യായമായ സ്ഥാനം ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. നായന്മാരിൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രതിബദ്ധത മറ്റ് അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് ഉത്തേജകവും ഉദ്ദിഷ്ട പരിവർത്തനവുമായിട്ടുള്ള ഉദ്ധാപകവും ആകുമെന്ന് ചട്ടമ്പി സ്വാമികൾ വിശ്വസിച്ചു. എനിക്ക് അത്രയ്ക്ക് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണമെന്ന് തോന്നുന്നില്ല. അതുപോലെ നമുക്ക് ചോദിക്കുന്നതാണ് അയിത്തം, താലികെട്ട് കല്യാണം, കുളി തുടങ്ങിയ അനാചാരങ്ങളെ അദ്ദേഹം സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റി. വിജ്ഞാനപ്രദമായ അദ്ദേഹത്തിന്റെ വേദാന്ത ചർച്ചകളും മതം, ദർശനം, ചരിത്രം എന്നീ വിഷയങ്ങളെ അധികരിച്ച് രചിച്ച കൃതികളും സാമൂഹ്യ സമത്വം, മനുഷ്യ സഹോദര്യം എന്നീ തത്വങ്ങൾക്ക് പ്രാമുഖ്യം നൽകി. ഓക്കെ, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ എടുത്തുകാട്ടി അവയുടെ മൗലികമായ ഏക സ്വഭാവത്തെ സമർത്ഥിക്കുകയാണ് ചട്ടമ്പി സ്വാമികൾ ചെയ്തത്. 1924 ഇദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ചട്ടമ്പി സ്വാമിയെ പറ്റിയിട്ട് സ്ഥിരം ചോദ്യമുണ്ട്, എല്ലാ ചോദ്യ പേപ്പറിലും ഒരെണ്ണം ഉണ്ട്, അതുകൂടെ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം, കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കുന്ന ഇപ്പൊ 5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 4 എണ്ണവും നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. അപ്പം വരുന്ന ആ ഒരു മേഖല സെലക്ട് ചെയ്ത്, ഇപ്പൊ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ വരവ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചാലഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ, പോർച്ചുഗീസുകാരുടെ മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മത അസഹിഷ്ണുത, അത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ മതി, ഒഴിവാക്കരുത്. കാരണം 4-5 മാർക്ക് ഉറപ്പായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.